ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് തിരുവോണം പുലർച്ചെയാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ തന്നെ മുഖമൊക്കെ കഴുകി അടയുണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിൽ ഓണം വെക്കുന്നതും മറ്റുള്ള നാട്ടിൽ അല്ല, ഓരോ നാട്ടിലും ഓരോ രീതിയിലാണല്ലോ ഓണം വെക്കുക. ചെറുതായിട്ട് നമ്മുടെ ചീവീടുകളുടെ ശബ്ദമൊക്കെ കേൾക്കാല്ലേ. പുലർച്ചെ ആയിട്ടുണ്ടായിരുന്നേ നമ്മൾ ഓണം വെക്കാൻ സമയത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പൂവടയൊക്കെ ഉണ്ടാക്കിയിട്ട് ഓണം വെക്കാന്ന്. ഓണം വെക്കാനായിട്ട് ആധികാരികമായി അറിയില്ലെങ്കിലും അമ്മ ചെയ്യുന്ന കണ്ട കുറേ ഓർമ്മകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ തന്നെയല്ലേ ഈ പരിപാടികളൊക്കെ ചെയ്യുക. അപ്പോൾ പൂവട ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ മൃഗശല്യല്ലേ ശ്രീ എന്ന് ചോദിക്കാറുണ്ട്. ആ കേട്ട പൊട്ടലുണ്ടല്ലോ പന്നീനെ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെയുള്ള പറമ്പുകളിൽ പടക്കം പൊട്ടിക്കുന്നതായിരിക്കും കേട്ടോ. ഇവിടെ പന്നിയും അതുപോലെ തന്നെ കുരങ്ങനൊക്കെ ഉണ്ട്. പക്ഷെ പേഴ്സണലി നമ്മൾക്ക് അതിന്റെ ശല്യങ്ങളൊന്നുമില്ല. നമ്മൾ പാവയ്ക്കും പടവലങ്ങയും ഒക്കെ ആണല്ലോ പൊതുവെ കൃഷി ചെയ്യാറുള്ളത്. അങ്ങനെ പൂവാട ഉണ്ടാക്കാൻ പോവാണ്. പൂവാട എന്താണെന്ന് അറിയാലോ, ഉപ്പും പഞ്ചസാരയും ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കണ തന്നെയാണ് പൂവാട എന്ന് പറയാം കേട്ടോ. അപ്പോൾ തൃശ്ശൂര് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ഓണം വെക്കാന്നൊന്ന് കമന്റ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ്. ഭാഗ്യം സഹായിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഭാഗ്യ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ശ്രീകൂട്ടം വരുന്ന വഴിക്ക് വണ്ടിയിൽ തന്നെ കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പോൾ ശ്രീകൂട്ടനെ നമ്മൾ എടുത്തുകൊണ്ട് കട്ടിലും കിടത്തിയിട്ട് ഇനിയിപ്പോൾ ഓണം വെക്കാൻ നേരത്തെ എടുത്തു കൊണ്ടൊന്ന് പ്രതിഷ്ഠിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ അങ്ങനെ ഇന്ന രീതിയിൽ വെക്കണം അല്ലെങ്കിൽ ഇന്ന ആചാരങ്ങൾ ഫോളോ ചെയ്യണം, അതിലൊന്നും ഒരു പ്രശസ്തി ഇല്ല. നമ്മൾ ചെയ്യാൻ സമയം കണ്ടെത്തുന്നുണ്ടോ ചെയ്തോ, അതിൽ മാത്രമാണ് പ്രശസ്തി ഉള്ളത്. അതിൻ്റെതായ രീതികളും കാര്യങ്ങളും ചോദ്യം ചെയ്യാൻ ആരുമില്ല, ചോദ്യം ചെയ്യാനായിട്ട് അറിയൂല. അത് കാരണം നമ്മൾ ചെയ്തു എന്നതിൽ മാത്രം നമ്മൾ ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരാണ് കേട്ടോ. ദോശ ഉണ്ടാക്കാൻ മാത്രം ഉപയോഗിക്കുന്ന എൻ്റെ വലിയ ദോശച്ചട്ടിലാണ് ഇപ്രാവശ്യം നമ്മൾ അട ചുടുന്നത്. കണ്ട 3 അട നിഷ്പ്രയാസം അതിൽ ഒതുങ്ങിക്കൂടിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ അങ്ങനെയല്ലേ, നമ്മൾ ഈ എളുപ്പപ്പണി കണ്ടുപിടിക്കും. ഇതിപ്പോൾ 2-3 വട്ടമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ബുദ്ധിമുട്ട് കൊണ്ടും മടി കൊണ്ടുമാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ പിള്ളേരെ കയ്യിൽ നിന്ന് മേടിച്ച പൂവുണ്ടല്ലോ, അത് ഒന്ന് പിച്ചി ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഈർക്കിലൊക്കെ കുത്തി സെറ്റാക്കിയിട്ട് നമ്മൾ തൃക്കാക്കരപ്പന്മ കുത്തി വെക്കും കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങ് തെക്കുള്ളവർക്ക് തൃക്കാക്കരപ്പൻ എന്നുള്ള ഒരു ആചാരം ഇല്ല എന്നുള്ളത്. നമുക്കിവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്മയും അച്ഛനും ചെയ്തു വരുന്ന കാര്യങ്ങൾ കുറേ വർഷങ്ങളായിട്ട് കണ്ടിങ്ങനെ അവരെ കൂടെ ഇരുന്ന് ചെയ്ത് നമുക്കത് ശീലമുള്ള കാരണം കൊണ്ട് നമ്മൾ അതേ രീതിയിൽ ഫോളോ ചെയ്യുന്നത് മാത്രം. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് കുറേ കാര്യങ്ങൾ മിസ്സായി പോയി. നമ്മൾ തൃക്കാക്കരപ്പൻ അണിയിക്കുന്നതൊക്കെ പണ്ട് നമ്മുടെ വ്ളോഗ് കാണുന്ന അല്ലെങ്കിൽ കുറേ നാൾ മുന്നേ തൊട്ട് നമ്മുടെ വ്ളോഗ് ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ചേച്ചിമാർക്കൊക്കെ അറിയാം തൃശ്ശൂർ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഓണം വെക്കുക എന്നുള്ളത് കേട്ടോ. അല്ലെങ്കിൽ തൃക്കാക്കരപ്പൻ അണിയിച്ച് ഒരുക്കുക എന്നുള്ളത്. നമ്മൾ കളിമണ്ണ് കൊണ്ട് അടിച്ച് പരത്തി അതിനെ ചാന്തണിയിച്ച് പിന്നെ അതിനെ പുള്ളി കുത്തി അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം പുള്ളി കുത്താൻ പോയിട്ട് തൃക്കാക്കരപ്പനെ വരെ നമ്മളിന്ന് കടയിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്തത്. പണ്ട് തൃക്കാക്കരപ്പനെ മേടിക്കാനൊന്നും കിട്ടില്ലായിരുന്നു കേട്ടോ. അച്ഛൻ തൊട്ടപ്പുറത്ത് കളിമണ്ണിന്റെ അതായത് നമ്മുടെ ഓട്ട് കമ്പനികൾ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ തൃശ്ശൂര്, അവിടെ നിന്ന് ഈ എന്താ പറയുക കളച്ച മണ്ണല്ല കുഴച്ച മണ്ണ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അടിച്ച് പരത്തി ഇതിനെ തൃക്കാക്കരപ്പന്റെ രൂപത്തിലാക്കി എടുക്കും. അവിടെ അമ്മൂട്ടിയമ്മയൊക്കെ ഉണ്ടാക്കുന്നത് കാണാൻ നല്ല ഭംഗിയാ. തൃക്കാക്കരപ്പൻ നല്ല ഏറ്റവും വലിയ തൃക്കാക്കരപ്പനും ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ട് അണിയിച്ചു ഒരുക്കും. അമ്മയും ചെയ്യാറുണ്ട് കേട്ടോ. അമ്മ ഇപ്പോഴും ഒരു വർഷം പോലും മുടങ്ങാതെ, ഇനിയിപ്പോൾ നമുക്ക് വാലായ്മയാണെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ഒരു തൃക്കാക്കരപ്പമ്മ അണിയിച്ചൊരുക്കി നമ്മൾ ഓണം കൊള്ളണം എന്നാണ് പറയുക. കാണാൻ പറ്റും ഓണം കൊള്ളണം എന്ന് കേട്ടിട്ടില്ലേ? ആ ഒരു രീതി നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന അത്തക്കളൊക്കെ അത് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അത്തക്കളം എന്നല്ല പറയാ, പൂക്കളം എന്നാ പറയാ. ഉത്രാടത്തിന്റെ അന്നും അതുപോലെ തന്നെ പൂരാടത്തിന്റെ അന്നും ഒക്കെ അത്തക്കളായി അതങ്ങോട്ട് മാറി. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ടേ ഒന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ. കുളിച്ചിട്ട് വരുന്നേക്കാളും മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഈ മുഖത്തെ പാടുകളൊക്കെ മാറാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ചില പ്രൊഡക്റ്റുകളിൽ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് തരണമല്ലേ. അങ്ങനെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മുടെ ഹിമാലയയുടെ ഈ ഒരു ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ഫേസ് സിറം എന്ന് പറയുന്നത്. ഇത് ടർമറിക്കിന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ഒരുപാട് പേര് നമ്മുടെ മഞ്ഞൾ ഇട്ടിട്ട് മുഖമൊക്കെ കഴുകി ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കറുത്ത പാടുകളൊക്കെ പോകുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള രൂപത്തിൽ ഇതാ അവരൊരു സിറായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹിമാലയയുടെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് കോൾഡ് പ്രസ്ഡ് ടർമറിക് എക്സ്ട്രാക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇതൊരു ബോട്ടിൽ കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു ബോട്ടിൽ നിങ്ങൾക്ക് മേടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു റിവ്യൂ തരാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. നമ്മുടെ മുഖത്ത് എന്തായാലും ഡാർക്ക് സ്പോട്ടുകൾ ഓൾറെഡി വരും. നമുക്കിങ്ങനെ കണ്ടോ, അത് നമ്മൾ പീരിയഡ്സ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ വന്ന കുരുക്കൾ നമുക്ക് അവശേഷിപ്പിച്ചിട്ട് പോകുന്ന ഒരു സ്മാരകമായിട്ടുള്ള ഓർമ്മകളാണ് അതൊക്കെ. അതിനെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത് തന്നെ മാറ്റണം. ചില സമയങ്ങളിൽ ഒരു 15-16 വയസ്സ്
ഒക്കെ നമുക്കിപ്പോൾ എന്താ പറയുക, നമ്മുടെ മെൻസ്ട്രുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ മെനാർക്കയുടെ ടൈമിലൊക്കെ നമുക്ക് വരുന്ന ആ ഒരു മുഖത്ത് വരുന്ന കുരുക്കൾ, അത് വന്നിട്ട് പോകുന്ന പാടുകൾ, ഹോർമോണൽ ചേഞ്ചസ് മൂലം നമുക്ക് വരുന്ന കുരുക്കൾ, അതിൻ്റെ പാടുകൾ ഒക്കെ നമുക്ക് ഉണ്ടാവും. പിന്നെ നമ്മൾ ഒരുപാട് നമ്മുടെ സണ്ണിനോട് എക്സ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആ ഒരു ടാൻ, അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിറാണ് ഈ ഒരു ടർമറിക് സിറം. അതും ഹിമാലയയുടെ കേട്ടോ. ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സിറം എന്ന് പറയുന്നത് 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് ടർമറിക് ആണ് കേട്ടോ. 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നിയാസിനമൈഡും ആണ് ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഡാർക്ക് സ്പോട്ട് റിഡക്ഷൻ നടക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഹിമാലയൻ സ്വരസ ടർമറിക് ആണെന്നാണ് പറയുന്നത്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, ക്വിക്കിലി അബ്സോർബ്ഡ് ആണ്, നമ്മുടെ എല്ലാ സ്കിന്നിനും സ്യൂട്ടബിൾ ആണ് കേട്ടോ. നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ക്ലിയർ റേഡിയന്റ് സ്കിന്ന് ഇത് തരും എന്നാണ് പറയുന്നത്. സ്വരസ മഞ്ഞളിന്റെ ഈ കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാക്ഷൻ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല റേഡിയൻസ് ആവാൻ വേണ്ടിയിട്ടും ഡാർക്ക് സ്പോട്ട് ഒക്കെ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് കറക്റ്റ് ആണെന്ന് തോന്നിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്. അതായത് നമുക്കൊരു ഈവൻ സ്കിൻ ടോൺ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ ടാൻ ഒക്കെ പോകാൻ വേണ്ടിയിട്ടും നമുക്കൊരു ഗ്ലോ വരാൻ വേണ്ടിയിട്ടും ഇത് അടിപൊളിയാണ്. ദിവസത്തിൽ 2 വട്ടം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. 1 2 3 തുള്ളി എടുത്തിട്ട് നമ്മുടെ മുഖത്ത് നമുക്ക് ഡാർക്ക് സ്പോട്ട് ഉള്ള ഏരിയയും അതുപോലെ തന്നെ നമുക്ക് ഗ്ലോ ഒക്കെ വരേണ്ട ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു സർക്കുലർ മോഷനിൽ നമ്മൾ ഇതിനെ മസാജ് ചെയ്യാണ് ചെയ്യേണ്ടത്. കഴുത്തിൽ നമുക്ക് ഇതുപോലെ അപ്വേർഡ് ഡയറക്ഷനിൽ നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിട്ടിട്ട് നമ്മൾ അധികം വെയിലത്തേക്ക് ഇറങ്ങാനൊന്നും നിൽക്കണ്ട. അഥവാ നിങ്ങൾക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. കുറച്ച് നാൾ മുന്നൊക്കെ നന്നായിട്ട് ഇതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ പീരീഡ്സ് ഒക്കെ വന്നു പോയിട്ടുണ്ടായിരുന്ന ആ കുരുക്കളുടെ സ്മാരകങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നല്ല മാറ്റമുണ്ട് കണ്ടോ. നമുക്ക് ഇതൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്ത് നല്ലൊരു ഗ്ലോ വരുന്നുണ്ടല്ലേ മുഖത്ത്. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും ഒക്കെ അവൈലബിൾ ആണ്. മാത്രമല്ല ഹിമാലയയുടെ സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 30% ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ഇതിന്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് ഒരു നല്ല കൂളി പാസ്സാക്കി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായ പൂവട, അതുപോലെ തന്നെ നാളികേരം, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മിസ്സിങ് ആയിട്ടുണ്ടാവും. നമ്മൾ തുമ്പക്കുടം വേണം, അതുപോലെ തന്നെ പൂക്കള്, ധാരാളം പൂക്കള്, പട്ടുപിടിപ്പിക്കല്, അങ്ങനെ ഒരുപാട് ചടങ്ങുകളൊക്കെ എനിക്ക് അറിയാവുന്നതുണ്ട്. മനഃപൂർവ്വം മിസ്സായി പോയതുകൊണ്ട്, കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും പ്ലാനിങ്ങിന്റെ കുറവ് മൂലം കേട്ടോ. ചില സമയങ്ങളിൽ അങ്ങനെയാണോ, നമ്മൾ വിചാരിച്ച രീതിയിൽ അങ്ങോട്ട് എത്തില്ല. അമ്മയും ചേച്ചിയൊക്കെ ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാട്ടോ. പക്ഷെ അവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അയൽപ്പക്കത്തുള്ള ചേച്ചിമാർ തുമ്പക്കുടം കാര്യങ്ങളൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ മറന്നുപോയിന്നേ. അപ്പോൾ നമ്മൾ അരിപ്പൊടി കൊണ്ട് മാവ് കുഴച്ച് നമ്മുടെ പീഠത്തിനെയും അതുപോലെ തന്നെ വാഴയിലേനെയും പലകേനെയും ഒക്കെ അണിയിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വീട്ടിലത്തെ കാരണന്മാർ നമ്മുടെ എന്താ പറയുക തൃക്കാക്കരപ്പനെ ഒരുക്കി വെക്കുക എന്നുള്ള ചടങ്ങാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തൃക്കാക്കരപ്പനും ഇതുപോലെ നമ്മൾ അണിയിക്കാറുണ്ട്. അല്ലെങ്കിൽ മൂളിക്കൂടെ നമ്മൾ മാവ് കോരി ഒഴിച്ചാലും മതി കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല, കുറേ പരിമിതികൾ മൂലം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ തൃക്കാക്കരപ്പനെ ഒരുക്കുന്ന ഈ ഏരിയയിൽ ഞാൻ പണ്ട് നമ്മൾ കറുപ്പ പെയിന്റ് അടിച്ചിട്ട് നമ്മൾ കോലം പോലെ വരച്ചിട്ടില്ല, അതുപോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ് ഈ ഓണത്തിന്റെ ടൈം ആകുമ്പോഴൊക്കെ. അപ്പം നമ്മൾ പട്ട് ഉടുപ്പിക്കുന്നതിന് പകരം പട്ടിന്റെ ചെറിയൊരു ശീലയാണ് ഞാൻ കൊണ്ടുവന്ന് കിട്ടുന്നത്. പിന്നെ നമ്മൾ പഴയ പോലെ തന്നെ നമ്മുടെ ഈ ഒരു പൂക്കൾ കൊണ്ട് ആളങ്ങട് അലങ്കരിക്കും, സുന്ദര കുട്ടപ്പനാക്കും. എൻ്റെ പിന്നിൽ ഒരാളിരുന്ന് ഉറക്കം തൂങ്ങണത് കാണാം അല്ലേ. പുള്ളിക്കാരനെ ഉറക്കത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വന്നിരുത്തിയിരിക്കുന്നതാണെങ്കിൽ ആള് നമ്മളോട് നന്നായിട്ട് സഹകരിച്ചു കേട്ടോ. ആ നേരത്തും വന്ന് പൂക്കളൊക്കെ കുത്തി തന്നു. പണ്ടെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ പൂക്കൾ നമ്മുടെ വീടിന്റെ ചുറ്റുമുള്ള പൂക്കൾ മാത്രമേ ഉള്ളൂ. ചെട്ടുമല്ലി പോലും നമ്മൾ മേടിക്കാറോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല. പിന്നെ നമ്മൾ പേപ്പർ കൊണ്ട് വീട്ടിലിങ്ങനെ പൂക്കൾ ഉണ്ടാക്കും, ഇങ്ങനെ വെട്ടി നമ്മളിങ്ങനെ ഈർക്കലിമയൊക്കെ ചുറ്റി അങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മേടിക്കാൻ കിട്ടൂലോ. ഇപ്പൊ ഒരുവിധം പ്ലാസ്റ്റിക്കിലേക്ക് കടന്നു. അന്ന് പേപ്പർ പൂക്കളായിരുന്നു. അതൊരു ചടങ്ങ് തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ പള്ളിയിലെ പെരുന്നാളിന് പിണ്ടിമ കുത്തുന്ന ആ ഒരു പൂക്കളുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മുടെ തൃക്കാക്കരപ്പനും ചെയ്യുന്നതായിട്ടൊക്കെ ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ. പണ്ട് നമ്മള് കൃഷ്ണകിരീടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൂവുണ്ടല്ലോ, ആ പൂവൊക്കെ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ തൃക്കാക്കരപ്പനെ അലങ്കരിക്കാറൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് പൂ മേടിക്കാൻ അവസരവും സാഹചര്യവും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ വിളക്കൊക്കെ വെച്ച് ആ പൂവടയൊക്കെ നേദിച്ച്, ഈ പൂവട പിറ്റേ ദിവസം മാവേലി കൊണ്ടുപോകുന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ എന്തായാലും കാലത്തേക്ക് നോക്കിയപ്പോൾ പൂവാട അവിടെ ഉണ്ടായില്ല. ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ജീവികൾ എടുത്തോണ്ട് പോയിട്ടുണ്ടാവണം.
വീടിന്റെ ചുറ്റും കുറച്ച് ചെത്തിയും തുളസിയും വെച്ച് പിടിപ്പിച്ച കാരണം കൊണ്ട് ആ നേരത്ത് കുറച്ച് എന്താ പറയാ നല്ല രീതിയിൽ പൂജിക്കാനായിട്ട് പൂക്കൾ ഉണ്ടായിരുന്നു വേണമെങ്കിൽ പറയാട്ടോ. വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ആറപ്പോ വിളിച്ച് കാര്യങ്ങൾ ചെയ്യലാണ്. പിന്നെ സാധാരണ പോലെ തന്നെ ഓണം വെക്കുക എന്നുള്ള ഒരു ചടങ്ങ്. കിണറിന്റെ അവിടെ നമ്മൾ ഒരു തൃക്കാക്കരപ്പനെ കൊണ്ടുവച്ച് പൂജിക്കും. അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറി വരാനായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം എന്നുള്ള രീതിയിൽ വീടിന്റെ പടിക്ക് നമ്മൾ ഇതുപോലെ തന്നെ ഒരു തൃക്കാക്കരപ്പനെ കൊണ്ടുവയ്ക്കും കേട്ടോ. അങ്ങനെയാണ് ചടങ്ങ് ഞാൻ കണ്ടിട്ടുള്ളത്. ഭാഗ്യന് പിന്നെ ഇതിനെക്കുറിച്ച് ABCD അറിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. പുള്ളിയൊരു എന്താ പറയാ പരിചയമില്ലാത്ത സംഭവം അല്ലേ. പുള്ളിയൊരു സുഖമില്ല, ഒരു ജാല്യത. അതേട്ടാ ഞങ്ങൾക്ക് അറിയൊന്നുമില്ല കേട്ടാ ഓണം ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ നാട്ടില് അച്ഛനമ്മ ഇങ്ങനെ വെക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. വിളക്ക് വെച്ച് ചന്ദനത്തിൽ കത്തിച്ച് വെച്ച് മനസ്സിലെ ദൈവങ്ങളൊക്കെ വിളിച്ച് പൂജിച്ച് ഇങ്ങനെ വെക്കുന്നതാണ്. അങ്ങനെ അണിയിച്ചു എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആരും പൂജാരിമാരായിട്ടല്ല, എല്ലാവരും പൂജാരിമാരല്ലോ. അതെങ്ങനെയാ അതിന്റെ സൈഡ് ഡിഷസ് ആയിട്ടുള്ള പിന്നെ ധാന്യയിലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നേരം ഉണ്ടായില്ല, നമുക്ക് കാലത്ത് പുലർച്ചെ പോയതാണ്. രാവിലെ എനിക്ക് പോയതാ കടയില് നല്ല തിരക്കായിരുന്നു. ഇപ്പൊ പിന്നെ വന്നപ്പോ തന്നെ ലേറ്റായി, 12 മണി ആവാറായി. വന്നതിന് ശേഷമാണ് അടി ഉണ്ടാക്കിയതും ഈ സംഭവങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ഓണം. എല്ലാ കൊല്ലം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇത്തിരിയും കൂടെ നേരത്തെ ആവാറുണ്ട്, നേരത്തെ എത്താറുണ്ട്. ഈ വർഷം പക്ഷെ നല്ല തിരക്കായിരുന്നു. വൈകുന്നേരം 10-11:30 വരെ നല്ല തിരക്കുണ്ടായിരുന്നു കടയിൽ. അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വർഷം അങ്ങനെ മുടങ്ങിയിട്ടില്ല. എല്ലാ 10-11 വർഷമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെയൊക്കെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് ഇതിനെയാണ് കേട്ടാ. ഓണത്തിനായിട്ട് നമ്മളൊന്നും ചെയ്യാറില്ല അല്ലേ? ഓണത്തിനായിട്ട് പുതിയ ഡ്രസ്സ് എടുക്കൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഓണക്കോടി എടുക്കലും കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മള് ചാനൽ നടന്നപ്പോൾ ഞങ്ങളൊരു പരിപാടി ഇല്ലാണ്ടായി. പിന്നെ കടയിലേക്ക് ഇൻവോൾവ്ഡ് ആയിട്ട് ഓണക്കോടി എടുക്കാൻ പോകാനൊന്നും നമുക്ക് നേരം കിട്ടാറില്ല. കാരണം എല്ലാവരെയും ഓണം ആഘോഷിപ്പിക്കാനുള്ള സംഭവങ്ങൾ നമ്മളുടെ കയ്യിലാണ്. പച്ചക്കറി മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കിലായിരിക്കും. പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോകാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും സമയം ഉണ്ടാവാറില്ല. കല്യാണം കഴിഞ്ഞ അവസരങ്ങളിലൊക്കെ മോൻ പോയിട്ട് ഡ്രസ്സ് എടുക്കാറില്ലേ, നേരത്തെ പോയി എടുക്കും, ഇത്തിരി നേരത്തെ. ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോയിട്ട് ഡ്രസ്സ് എടുക്കുന്നില്ല. അന്ന് എനിക്ക് വലിയ വിവരം ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. ഓണക്കോടി എടുക്കുക, ഓണം സംഭവങ്ങൾ ഇപ്പൊ കുറച്ചും കൂടി മെച്ചുവേർഡായിരുന്നു തോന്നുന്നു ലൈഫിൽ. അതല്ല ഇമ്പോർട്ടന്റ്, വേറെ പലതാണെന്ന് തോന്നി തുടങ്ങിയപ്പോഴേ. പിന്നെ നമുക്ക് അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇടാൻ, ആർക്കും ഇല്ല. ശ്രീകുട്ടനുണ്ടാവും, ഞാൻ എടുത്തു വെച്ചേക്കണ ഏതിലെങ്കിലും ഉണ്ടാവും. ഭാഗ്യമൊന്നുമില്ല. 10 വർഷമായിട്ട് ഓണം ആഘോഷിച്ചോണ്ടിരിക്കുന്നത്. ബാല്യകാലത്ത് അങ്ങനെ ഓണം കൊണ്ട് ഓർമ്മയൊന്നും എനിക്കില്ല. പക്ഷെ തറവാട്ടിലൊക്കെ അമ്മാമ്മയൊക്കെ ഓണം കൊള്ളുന്നത് കണ്ടിട്ടൊക്കെ ഉണ്ട്, മാമന്മാരുടെ വീട്ടിലൊക്കെ. അപ്പൊ നമ്മളുടെ നോട്ടം തൃക്കാരപ്പനമ്മളിക്ക് ആടയമ്മളിക്ക് ആയിരിക്കും, പൂവടയമ്മളിക്കോ. അതൊക്കെ ഇത്തിരി കൂടെ നേരത്തെ, ഇത്ര സമയം വൈകാറൊന്നും ഇല്ലാന്നുണ്ട്. 10 മണി 11 ഒക്കെയാണ്. ഞാൻ ശ്രീകുട്ടൻ്റെ പോലെ ഇങ്ങനെ ഇരിക്കും, പക്ഷെ അടയമ്മളൊക്കെ ആയിരിക്കും നോക്കാം. ശ്രീകുട്ടന് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ എങ്ങനെയെങ്കിലും പോയി കിടന്നാൽ മതി എന്നാണ് ശ്രീകുട്ടൻ. ഉറങ്ങായിരുന്നു, കടയിൽ നിന്ന് പറഞ്ഞ വഴിക്ക് ശ്രീകുട്ടൻ വണ്ടിയിലിരുന്ന് ഉറങ്ങായിരുന്നു. വന്ന് കയറി കിടന്ന് ഉറങ്ങായിരുന്നു. എല്ലാം സെറ്റാക്കിയിട്ട് ആ ശ്രീകുട്ടനെ വിളിച്ചുകൊണ്ട് നമ്മളൊക്കെ എഴുതിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. നമ്മുടെ ഓണം നിങ്ങൾ ഓണം കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. എല്ലാ കൊല്ലവും നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. ഓണം, ശ്രീയുടെ ഓണം എല്ലാ കൊല്ലവും ശ്രീയുടെ ഹാപ്പി ഓണം. അപ്പൊ നമുക്ക് നാളെ വിശേഷങ്ങളൊക്കെ ആയിട്ട്, സദ്യ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഭാഗ്യം നാളെ കടയിൽ പോകും. രാവിലെ തന്നെ പോകണം, എനിക്ക് കടയിൽ പോകണം. പിന്നെ ഈ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറിയൊക്കെ മേടിക്കാൻ മറന്നവര്, തികയാത്തവര്, അങ്ങനെ ഈ ഉത്രാടപ്പാച്ചിലിൽ എത്താത്ത കുറെ ആളുകളൊക്കെ രാവിലെ തന്നെ നമ്മുടെ കടയിൽ വരും. നമ്മൾ എല്ലാ വർഷവും തുറക്കാറുണ്ട് കട. കാരണം കൂടുതൽ പച്ചക്കറിയുള്ള കാരണം എപ്പോഴും കുറച്ചൊക്കെ ബാലൻസ് വരും. അപ്പം നമുക്ക് എല്ലാ തിരുവോണത്തിനും നമ്മൾ കട തുറക്കാറുണ്ട്. അങ്ങനെ തീർന്നു പോകാറില്ലേ പച്ചക്കറികളെല്ലാം. അപ്പോൾ പിന്നെ തന്നെയല്ല എല്ലാവരും ആവശ്യക്കാരായിട്ടുള്ളവരോ വരിക, നമ്മൾ പ്രതീക്ഷിച്ച് വരുന്നവരെ. അപ്പോൾ ഒരു 10-11 മണിയാകുമ്പോഴേക്കും ഞാൻ തിരിച്ചു വരും. അപ്പോഴേക്കും ശ്രീ സദ്യയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാവൂലേ? അങ്ങനെ വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ
പായസം ഞാൻ കൊണ്ടുവരാം, പായസം ഉണ്ടാക്കില്ല, നമ്മുടെ കടയിലുണ്ട് പായസം വരുന്നത്. അപ്പൊ നമുക്ക് കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്. ഭാഗ്യം പറഞ്ഞ പോലെ തന്നെ വലുതായി, നമ്മളൊക്കെ ഇങ്ങനെ വലുതായിന്നേ, ഇത്രയും നമ്മൾ വളർന്നു എന്ന് തോന്നുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുമ്പോഴാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? എൻ്റെ പോലെ ചേച്ചിമാര് അല്ലെങ്കിൽ അനിയത്തിമാരൊക്കെ ഇങ്ങനെ വീട്ടിൽ തന്നെ ചെയ്യാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു ഫീൽ ഉണ്ടാവും, നമ്മൾ വളർന്ന് മെച്ചുവറായി എന്നുള്ളത്. ഒരു തള്ള വൈബൊന്നും അല്ല കേട്ടോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടി ജീവിതത്തിൽ മുന്നേറി എന്നുള്ളൊരു തോന്നലാണ് അതിൽ നിന്നുണ്ടാവുക. നമുക്ക് കിണറില്ലാത്ത കാരണം കൊണ്ടേ നമ്മൾ പഠിക്കുക മാത്രമേ വെച്ചുള്ളൂ കേട്ടാ. തിരുവോണത്തിന്റെ അന്ന് പൂക്കളം ഇടുക എന്നുള്ള ഒരു ചടങ്ങൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഇന്നൊരു കുഞ്ഞ് പൂക്കളം ഇടാൻ പോവാണ് കേട്ടോ. നമ്മുടെ ഓണം അത്ര അങ്ങോട്ട് കളർഫുൾ ആവാത്ത കാരണം എനിക്ക് തോന്നി എന്നാൽ പൂക്കളത്തോട് കൂടെ ഒത്തിരി കളർഫുൾ ആക്കാമെന്ന്. ഇപ്പൊ കാലത്ത് തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറി ചെറിയൊരു പൂക്കളം ഇടാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. കുറച്ച് വൈകിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്, കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടല്ല വന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഈ ടയേർഡ് എന്ന് പറയേണ്ട ആവശ്യം എന്താ അല്ലേ, എല്ലാവരും ഓണത്തിന് പണിയെടുക്കണവർ തന്നെയല്ലേന്ന്. അപ്പൊ ഒരു താമരയൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്ന് നമ്മളിതാ പൂക്കളം ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പൊ ഇന്നലെ കുറച്ച് പൂക്കൾ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഇന്നൊരു പൂക്കളം ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ചെണ്ടുമല്ലിപ്പാട എന്തായി ശ്രീന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞാൻ ഉടനടി കാണിച്ചു തരാം, വർണ്ണ ശബളമായിട്ട് ഓറഞ്ചും മഞ്ഞളും നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പാടം. പക്ഷെ അതൊരു ഓണം മ്യൂസിലേക്ക് എത്തിയില്ല എന്ന് മാത്രം. അതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. 2 മാസം മുന്നേ അല്ലെങ്കിൽ ഒരു 10-60 ദിവസം മുന്നേ, 60 പോരാ, ഒരു 75 ദിവസം മുന്നെങ്കിലും നമ്മൾ ഇത് സെറ്റാക്കിയാൽ മാത്രമാണ് പൂക്കളത്തിലിടാനായിട്ടുള്ള പൂക്കൾ കിട്ടുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പം അത് അടുത്ത കൊല്ലം അതിനനുസരിച്ച് ചെയ്യാം. ഇക്കൊല്ലത്തെ ചെണ്ടുമല്ലിയൊക്കെ നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ മഞ്ഞയും ഓറഞ്ചും ആയിട്ട് വലിയ വലിയ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ നമ്മുടെ ഒരു കുഞ്ഞ് പൂക്കളം തയ്യാറെടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അമ്മയുടെ അടുത്തേക്ക് പോവാ, ചേച്ചിയുടെ അടുത്തേക്ക് പോവാന്നൊക്കെയുള്ളതാണ് ഓണത്തിന് മെയിനായിട്ടുള്ള വിശേഷങ്ങൾ. ഇപ്രാവശ്യം ചേച്ചിയുടെ അടുത്തേക്ക് പോകണില്ല, കാരണം നമുക്ക് അമ്മയുടെ അടുത്ത് പോയിട്ട് പിന്നെ ചേച്ചിയുടെ അടുത്തേക്ക് പോകാനുള്ള നേരമില്ല. അപ്പം നാളെ പോവാന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് ചേച്ചിയുടെ അടുത്തേക്ക്. പിന്നെ പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ കല്യാണം കഴിച്ച് വേറൊരു വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് അച്ഛൻ്റെ അടുത്തേക്കും പോകുന്ന ഒരു സുവർണ്ണ നിമിഷമാണ് ഓണം, വിഷു, പൂരങ്ങള്, അതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ തന്നെയാണ് നമുക്കും, നമ്മുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ അച്ഛനും അമ്മയൊന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മളും ആ ഒരു നേരത്ത് മാത്രമാണ് ഞാൻ പോവാറുള്ളൂ. നമ്മൾ വീട്ടിൽ പോയി നിൽക്കല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനങ്ങനെ പോയി നിൽക്കലേ കെടുക്കലേ ഒക്കെ വളരെ കുറവാന്ന് പറയാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. അച്ഛനമ്മ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കലാണ് പതിവ്. അപ്പോ ഓണത്തിന് വിഷുവിനാണ് അങ്ങനെ ഒരു അവസരം കിട്ടാറുള്ളത് കേട്ടോ. അപ്പൊ അതിന് പോവാൻ വേണ്ടിയിട്ട് സദ്യയൊക്കെ ഒരുക്കി പോവാമെന്നുള്ള ഒരു പ്രതീക്ഷയിലൊക്കെയാണ് ഞാൻ ഈ പൂക്കളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ശ്രീകുട്ടനെ എണീറ്റിട്ടില്ല, ഭാഗ്യൻ കടയിൽ പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാനൊരു കുഞ്ഞ് പൂക്കളൊക്കെ ഉണ്ടാക്കി. നമ്മുടെ അപ്പുറത്തും നിൽക്കുന്ന പുല്ലുകളൊക്കെ ധാരാളം വളർന്നിട്ടുണ്ട്. ഒരു പുല്ലുവെട്ടിയൊക്കെ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കണം. ഈ വിചാരങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കുറെ നാളായിട്ട് ഒന്നും അങ്ങോട്ട് നടപ്പിലാവണില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നില്ലെങ്കിൽ വേറെ സ്ഥലത്ത് പല കാര്യങ്ങൾ ചെയ്ത് കൂട്ടേണ്ട തിരക്കിലൊക്കെ ആയിട്ട് മാറുകയാണ് ജീവിതം അങ്ങോട്ട്. അങ്ങനെ ബിസി ആയിട്ട് ഇരിക്കട്ടെ അല്ലേ ലൈഫ്, അതല്ല ഏറ്റവും നല്ലത്. ഒന്നും ചിന്തിക്കാൻ സമയമില്ല. എന്താ പറയാ, ചിന്തിക്കാത്തവനൊരു കുന്തൂലിയ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇവിടെ പൂക്കളൊക്കെ റെഡിയാക്കി ഓണം ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ. തിരുവോണം നാളില് പൂക്കളം ഇട്ടപ്പോ കുറച്ചും കൂടി കളർഫുൾ ആയില്ലേ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ. ഇന്നലെ രാവിലെ പോയതാണ് കേട്ടാ, നിങ്ങൾ കണ്ടതല്ലേ. പിന്നെ താല്പര്യമാണ് കുക്കിങ്ങിനായിട്ട് അടുക്കളയിൽ കയറുന്നത്. ഒരു കുഞ്ഞ ഇലയിൽ വിളമ്പാവുന്ന 2-3 വിഭവങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. പിന്നെ പായസം ഭാഗ്യം കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ഓണം ഒരു ഡേ തുടങ്ങിയാലോ. സത്യം പറഞ്ഞാൽ ഓണം ഡേക്ക് ഇങ്ങനെ എന്താ പറയാ, ഒരു ഓണം എന്നുള്ളൊരു ഫീല് നമുക്ക് ഓണത്തിനേക്കാളും വേറെ കുറെ വിശേഷങ്ങളൊക്കെ ലൈഫിൽ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നടന്ന കാരണം കൊണ്ട് അത് ഓണം കൂടെ ഒതുങ്ങിപ്പോയി. കടയിലായിരിക്കുന്ന സമയത്ത് ചേട്ടന്മാർക്ക് ഫുഡ് ഉണ്ടാക്കി നിർബന്ധമായിട്ട് കൊടുത്തു വിടണല്ലോ. അപ്പൊ ഒരു ഫീൽ ഉണ്ടാവും, ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം, അങ്ങനെ ഒരു ഓണം ഫീൽ ഉണ്ടാവും. അപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഫീൽ ഇല്ല. എന്നാലും കുഴപ്പമില്ല അല്ലേ, നമുക്ക് അതൊക്കെ എന്താ പറയാ ഒരു ഫീൽ ഉണ്ടാക്കി എടുക്കാം.
പുരാടം തൊട്ട് നമ്മൾ കടയിലാവുന്ന കാരണം കൊണ്ട് വെപ്പും കൂടിയൊക്കെ കുറച്ച് ദിവസമായിട്ട് കടയിൽ തന്നെയായിരുന്നു കേട്ടോ. അത് കാരണം അടുക്കളയിൽ കിടന്ന പരിപാടിയേ ഉണ്ടായിരുന്നില്ല. അടുക്കളയിൽ നമ്മൾ എങ്ങനെയാണ് ഇട്ടിട്ട് പോയ ആ ഒരു കോലത്തിൽ തന്നെ കിടക്കണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്തിരി പരിമളം ആയിക്കോട്ടെ എന്ന്. അങ്ങനെ പരിമളം പരത്താൻ വേണ്ടിയിട്ട് ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് തുടങ്ങി. തലേദിവസം നമ്മൾ വന്നപ്പോഴേ ഒരു ദോശയുടെ ഒരു എന്താണ് പറയുക പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ദോശമാവിൻ്റെ പാക്കറ്റ്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ദോശ ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി മാവിനെ നമ്മൾ ദോശമാവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഭാഗ്യം പറഞ്ഞതിന്റെ ബാക്കി ഞാൻ ഇവിടെ അടിയില്ല കേട്ടോ, അത് ഞാൻ പറയാം. ഭാഗ്യം പറഞ്ഞത് നാളികേരമൊക്കെ ചിരകാൻ കൊടുത്തപ്പോഴേ ഇതൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് മണ്ണമ്പട്ടേക്ക് അമ്മേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാം, അവിടെ വെച്ചിട്ട് നമുക്ക് അവരുടെ കൂടെ സദ്യ ആഘോഷിക്കാം അല്ലെങ്കിൽ ഓണാഘോഷിക്കാം എന്നുള്ള ഒരു മൈൻഡിലാണ് കേട്ടോ ഭാഗ്യൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ അച്ഛനമ്മ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സദ്യ ഉണ്ടാക്കി അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ പോയാൽ മതി, നമുക്ക് ഇവിടെ ഇരുന്ന് കഴിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് കഴിച്ചിട്ട് അമ്മേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഭാഗ്യനെ പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ചെയ്ത് ഞാൻ നാളികേര ചിരകി മേടിപ്പിച്ച ഒരു വിധത്തില്. ഒരു പക്ഷേ ഭാഗ്യം ഞാൻ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. കാരണം കുറേ ദിവസങ്ങളായിട്ട് കഴിഞ്ഞ ഒരു മാസങ്ങളായിട്ട് ഈ ഓണത്തിൻ്റെ ഒരുക്കത്തിലും പ്രമോഷൻ്റെ വർക്കിലും അങ്ങോട്ടോടലും ഇങ്ങോട്ടോടലും യാത്രകളും ഒക്കെയാണ്. അപ്പോൾ ഭാഗ്യം പറയാ ദോശയിൽ പുളി കൂടിയെന്ന്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ചമ്മന്തി കൂട്ടി സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ ശ്രദ്ധിക്കണ്ട വെച്ചിട്ട് ഭാഗ്യനെ ഓണക്കോടിട്ടാ. ഭാഗ്യനെ ഞാൻ ഓണക്കോടി എന്തെങ്കിലുമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എന്തായാലും ഞാൻ ഓണക്കോടി എടുക്കട്ടെ. കാണാതെ ചോദിക്കുന്നതാ, കണ്ടുണ്ടെങ്കിൽ ഒക്കെ ഇട്ട് നശിപ്പിക്കും. കൊക്കൊക്കെ നമ്മുടെ കായ കറിയാക്കും. നല്ലതാ മോനെ, തിരുവോണത്തിന്റെ പാല് തളിച്ചു പോണം. പാല് കാച്ചുന്നത് വരെ പാല് തളിച്ചു പോകാൻ പണ്ട് തൊട്ടുള്ളൊരു ശീലമാണ് കേട്ടോ ഈ ഉടുപ്പുകൾ ഒളിപ്പിച്ച് വെക്കുക എന്നുള്ളത്. എല്ലാത്തിലും കായക്കറിയാക്കി കൊണ്ടുവരും നമ്മുടെ ഭാഗ്യനെ. എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോണ നേരത്തെ ഡ്രസ്സുകളിലൊക്കെ കറിയായിരിക്കും. അപ്പം ഞാൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 2-3-4 ഷർട്ട് എടുത്തിട്ട് ഒളിപ്പിച്ച് വെക്കും, മുണ്ടുകൾ ഒളിപ്പിച്ച് വെക്കും. പിന്നെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ആൾ പാൻസ് ഇട്ട് തുടങ്ങി. സാധാരണ നമ്മുടെ ക്ലോത്ത് ജീൻസ് അല്ല, പാൻസ് ഇല്ലേ, അത് ഇട്ട് തുടങ്ങി. അപ്പോൾ പിന്നെ വലിയ കാര്യത്തിൽ കറി ആയാലും അറിയില്ല, അത് ഏകദേശം ഡാർക്ക് കളറിലേക്കാണ് വരിക. അപ്പോൾ നമ്മുടെ ദോശ റെഡിയാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പുളി ഇടാണ്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കി. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, ദോശയ്ക്ക് പുളി കൂടിയ ആ ഒരു പരാതി അവിടെ തീർന്നു. നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കി കൊടുക്കാട്ടാ. ഭാഗ്യം പറയും നെയ്യ് ഒഴിച്ച് എനിക്ക് എൻ്റെ കിഡ്നിയും ലിവറും കൊളസ്ട്രോളും ഒക്കെ വരുത്താനാണോ മോനെ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ആ ദോശയിൽ ഇത്തിരി നെയ്യുടെ മണം വന്നില്ലെങ്കിൽ അതിനൊരു ദോശയുടെ ഒരു ഭംഗിയും അതുപോലെ തന്നെ രൂപമായിട്ട് എനിക്ക് ഫീൽ ചെയ്യില്ല. എങ്കിലും ഞാനൊരു മണത്തിന് വേണ്ടിയിട്ട് ഒന്ന് തൂവി കൊടുക്കാറുണ്ട്. അപ്പോൾ ഭാഗ്യന് ഇനി അമ്പലത്തിലേക്കൊക്കെ പോകും. അമ്പലത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ രീതിയിൽ ഉണ്ടാവുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ അമ്പലത്തിൽ വലിയ ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അമ്പലത്തേക്ക് ഒന്ന് പോയി വരട്ടെ ഭാഗ്യന്, അപ്പൊക്കെ നമുക്ക് ബാക്കി പരിപാടിയോട് ചെയ്യാലോ. ഭദ്രേ നാരായണ അമ്മ തന്നാശ്രയം. എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ഇങ്ങനെയായിരിക്കും അല്ലേ. ഭക്ഷണം കഴിക്കാതിരിക്കുന്ന നേരത്തെ അവർക്ക് ലോകത്തിൽ എല്ലായിടത്തെ വിശേഷങ്ങളും പങ്കുവെക്കാനായിട്ടുണ്ടാവും. ഈ കുണുകുണ എന്താണ് ഞാൻ പറയണതെന്ന് പോലും എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. പക്ഷെ എന്താ ഒരു ദിവസത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും വൈകുന്നേരം ആകുമ്പോൾ ആ ചെവിയിൽ എത്തണം, അത് നിർബന്ധം. അമ്മണ്ടാക്കാത്തൊക്കെ ഗൂഗിൾ കക്കോടെ ഉണ്ടാക്കാൻ അവിടെ എന്തൊക്കെ സെറ്റ് ചെയ്യിക്കുക. ചേച്ചി അമ്മ തന്നെയല്ലേ എന്ന് പറഞ്ഞാൽ അവളെ അമ്മയ്ക്ക് തീരെ വയ്യ. അവിടെ നാട്ടുമാര് വരുമ്പോൾ 3 മണിയാവട്ടെ, പിന്നെ വന്നിട്ട് എന്താ വരും. പിന്നെ പുതിയ വീട്ടിൽ ആദ്യത്തോണല്ലേ നമ്മൾ നാളെ അങ്ങോട്ട് കൂട്ടാം. അവിടെ നാളെ പാലക്കാട് നിന്ന് നമ്മൾക്ക് അമ്മായിയുടെ വീട്ടിൽ നിന്ന് കാരണം മമ്മനും
ഏട്ടനും ഒരിടത്ത് വരുന്നത് എളുപ്പം. കാരണം അവിടെ കുറച്ചാവോ ചേച്ചിയുടെ വീട്ടിൽ. ഞാൻ എല്ലാവരോട് പറയായിരുന്നു തലൂർ ഇപ്പോഴും ഒരു വികാരാണ്. പറഞ്ഞ നമുക്ക് തലൂർ ഒരു വീട് മേടിക്കാൻ പോലെയാണ്. വീട് ഇട്ടിട്ട് തലൂർ കാണാം. ഇവിടെ എനിക്ക് ജീവിച്ച ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ തലൂർ ഇങ്ങനെ കടകളാണോടെ കൊണ്ടിരിക്കും. എനിക്ക് എപ്പോഴും അവിടെ പോണം അവിടെ ഇങ്ങനെ ആവണമെന്നൊരു ചിന്തയാ. അടുത്ത അയലൊക്കെ നല്ലതായിരുന്നു. അതുകൊണ്ടാണ് ഇവിടുത്തെ മോശമായിട്ടല്ലോ. അടുത്ത് തന്നെ വീട്ടിൽ നിന്ന് നടത്താൻ പറയാം. നമ്മുടെ അടുക്കള വശത്ത് എല്ലാ വീടുകളായിട്ടും സമ്പർക്കാം. ഇവിടെ മുമ്പിലുണ്ടായിരുന്ന കുറച്ചും കൂടി ഉണ്ടായിരുന്നു. ഇവിടെ ആറില്ല വർത്താൻ. ഞാനൊരു ഭാഗ്യശ്രീ കൊണ്ട് പോയാൽ ഭയങ്കര ഏകാന്തതയാ. ചാനലും കൂടി ഇല്ലെങ്കിലുണ്ടല്ലോ ആലോചിക്കും. തിരുവോണനാളിലാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുകളൊക്കെ ഉണ്ടാവുക കേട്ടോ. പച്ചക്കറി മേടിക്കാൻ മറന്നവര്, അതുപോലെ തന്നെ തൈര് മേടിക്കാൻ മറന്നവര്, അങ്ങനെ ഒരുപാട് മേടിക്കാൻ മറന്ന ആൾക്കാരൊക്കെ നമ്മുടെ തിരുവോണ ദിനത്തിൽ കടയിലേക്ക് വരും. അപ്പോൾ അവിടെ റപ്പായേട്ടനും ജോസഫേട്ടനും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഭാഗ്യനും കൂടി പോയിരിക്കുകയാണ് കുറച്ച് പായസമൊക്കെ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇലയിൽ വിളമ്പാം എന്നുള്ള രീതിയിൽ സദ്യ അല്ല കേട്ടോ. ഇലയിൽ വിളമ്പാനായിട്ട് 1-2 വിഭവങ്ങൾ വേണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. സാമ്പാറൊക്കെ നമ്മൾ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുക. വീട്ടിലായിരുന്ന സമയത്തെ, അതായത് തലൂരായിരുന്ന സമയത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടന്മാർക്ക് ഫുഡ് കൊടുക്കണമെന്ന് നിർബന്ധമാണ്. കടയിൽ ഒരു 3-4 പേരുണ്ടാവും. രതീഷൊക്കെ ഉച്ചവരെ ഉണ്ടാവും കടയിൽ. റപ്പായി ഏട്ടൻ ഉണ്ടാവും. പിന്നെ അപ്സു ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്സുന് ഇപ്പൊ നബിദിനോ മറ്റോ ആയ കാരണം അപ്സു ലീവ് എടുത്തിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു തിരുവോണത്തിന്റെ അന്ന് അപ്സു കടയിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ അവർക്കൊക്കെ കൊടുക്കേണ്ട ആവശ്യം വരുന്ന കാരണം കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ സദ്യ ഉണ്ടാക്കി കൊടുത്തു വിടായിരുന്നു തലൂരായിരുന്ന സമയത്ത് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് അവിടം വരെ കൊണ്ടുപോകാനുള്ള പാടും നമ്മൾ എനിക്കാത്ത ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, അതായത് സമയമില്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ അതങ്ങോട്ട് ഒഴിവായപ്പോൾ എനിക്ക് ഈ ഓണം എന്നുള്ളൊരു ഫീലേ ഇല്ലാണ്ടായി. പലപ്പോഴും സദ്യയാണല്ലേ നമുക്ക് ഇങ്ങനെ ഓണം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. എന്നാലും ഞാൻ ചെറിയൊരു അവിയലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഭാഗ്യനും ശ്രീകുട്ടനും എല്ലാ കൊല്ലവും ഓർമ്മയിലേക്ക് ഒരു ഓണം വേണ്ടേ. അത് കാരണം കൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഓണാശംസകൾ പറയുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ ഫോണിൽ കൂടെ. ആ നേരത്ത് ഈ ഓണാശംസകൾ പറയും എല്ലാവർക്കും, ബന്ധുക്കൾക്ക്. കൂടുതലും എനിക്ക് ഒരുപാട് കൂട്ടുകാരില്ലാത്ത ആരോട് കൂട്ടുകാർക്കൊന്നും വിളിക്കേണ്ടി വരാറില്ല. പക്ഷെ ഇങ്ങനെ നമ്മളെ വിശേഷങ്ങൾക്കൊക്കെ വിളിക്കുന്ന ഒരുപാട് ബന്ധുക്കളുണ്ട് നമ്മുടെ ഇടയിൽ, സ്നേഹബന്ധങ്ങൾ. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കഷ്ണങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാറിലിടുന്നതും അവിയലിടുന്നതും എൻ്റെ ഒരേപോലത്തെ കഷ്ണങ്ങളാണ് ഏകദേശം. എല്ലാവരും പറയാറുണ്ട് കേട്ടോ ഇത് രണ്ട് രീതിയിലാണ് ശ്രീജ അരിയേണ്ടതെന്നുള്ളത്. എന്തായാലും വയറ്റിലെത്തുമ്പോൾ ഒരേ രീതിയിലല്ല ആവുക എന്നുള്ള ഒരു മനസ്സമാധാനത്തോടു കൂടി ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ അതങ്ങനെ സെറ്റ് ചെയ്തെടുക്കും. പിന്നെ സവാളയും വെണ്ടക്കായൊക്കെ വാട്ടിയിടാൻ വേണ്ടിയിട്ടേ അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അവിയലിക്കുള്ള കഷ്ണങ്ങൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല തേങ്ങയും അതുപോലെ തന്നെ ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അരച്ച് ഒന്ന് കറക്കിയെടുത്ത് പിന്നെ ദാ ഇത്തിരി തൈരും കൂടി ഒഴിച്ച് ഏറ്റവും ലാസ്റ്റ് വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഒഴിച്ച് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി നമ്മുടെ എന്താ പറയുക അവിയൽ റെഡി. അവിയലാണ് ഏറ്റവും ഇഷ്ടമുള്ള കറി കേട്ടോ. സദ്യകളിൽ സാമ്പാർ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെ കഴിച്ചതിന് വേണ്ടി അതിൻ്റെ ഉള്ളിലത്തെ കായും നിങ്ങൾ ആരും ഇടാത്തൊരു കഷ്ണം കൂടി ഞാനിവിടെ ഉരുളൻകിഴങ്ങ് ഇട്ട് അവിയൽ കഴിക്കുന്ന ആൾക്കാരുണ്ടോ? ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ സാമ്പാർ കഴിക്കുമ്പോൾ എപ്പോഴും വറുത്തരച്ച സാമ്പാറാണ്. പിന്നെ ഒരാഴ്ചക്ക് പിന്നെ സാമ്പാർ തന്നെയാണ്. പിന്നെ കാലത്ത് ദോശ, ഉച്ചയ്ക്ക് ഇഡലി, പിന്നെ സാമ്പാർ മയാണ്. സാമ്പാർ കൂട്ടി എന്തൊക്കെ കഴിക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കും. ഭാഗ്യനെ എത്തേണ്ട സമയമായില്ലോ. അപ്പോൾ ഭാഗ്യനോട് ഞാൻ പറയാം പഴമൊക്കെ കൊണ്ടുവന്നുള്ളൂ ഭാഗ്യന്ന്. ആ സമയം പോയിക്കും ഭാഗ്യം വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കടുക് പൊട്ടിച്ച് താളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സാമ്പാർ സെറ്റായിട്ടോ. പിന്നെ നമുക്ക് ഉപ്പേരിയും കൂടി വെച്ചാൽ നമ്മൾ പിന്നെ കറികളൊന്നും ഉണ്ടാക്കണില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ വൈകുന്നേരമാകുമ്പോ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് ചേച്ചിയിലേക്ക് പോവാം. അതെ, അപ്പൊ ഭാഗ്യം പറഞ്ഞ അമ്മയുടെ അടുത്തേക്ക് വരണന്നേ.
ആ ശാലിയ വന്നിട്ട് ഞങ്ങൾ ഇവിടെ തിരിച്ചു വരും അമ്മ അപ്പന്നെ അച്ഛനമ്മ തന്നെയല്ലേ അങ്ങോട്ട് വരണം എന്നൊക്കെ പറയുന്നതായിരുന്നേ. ശരി. ഇപ്പൊ എന്തായി? അമ്മ പറയുന്നത് അങ്ങോട്ട് ചെല്ലണ്ടെന്ന. അമ്മ ചേച്ചിയുടെ അടുത്തേക്ക് പോവാണ് അത്ര വൈകുന്നേരം ആകുമ്പോൾ. അവിടെ മാമനും അതുപോലെ തന്നെ അമ്മായിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ നാളെ എന്നോട് അങ്ങോട്ട് ചെന്നാൽ മതി എന്നാ പറയണം. അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരിയും റെഡി. പപ്പടവും കാച്ചി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഇക്കൊല്ലത്തെ ഓണം ഇങ്ങനെ അങ്ങോട്ട് പോട്ടേന്ന്. ഓണം ഇങ്ങനെ ആഘോഷിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അമ്മേനെ കാച്ചിനെയും കണ്ടിട്ടാണ് എല്ലാ കൊല്ലം ആഘോഷിക്കാറുള്ളത്. എന്നാലും നാളെ കാണാലോ, സങ്കടപ്പെടണ്ടല്ലോ എന്ന് ഭാഗ്യനും പറഞ്ഞു. അപ്പോൾ ഭാഗ്യനാണ് അമ്മേൻ്റെ അച്ഛൻ്റെ അടുത്തേക്കും പോകാണ്ട് വലിയ സങ്കടം ഉണ്ടായിരുന്നത്, അവർ ഒറ്റയ്ക്കാവില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഞാൻ കുറച്ച് നേരം പറമ്പിലൊക്കെ ഇറങ്ങി ഭാഗ്യൻ്റെ കൂടെ വാഴയൊക്കെ വെട്ടി അപ്പുറത്തുള്ളവർക്കും അതുപോലെ തന്നെ ഭാഗ്യൻ്റെ കൂട്ടുകാർക്കും ഒക്കെ വിതരണം ചെയ്ത് ഞങ്ങൾ കുറച്ചാൾ അങ്ങനെ ഇരുന്നു. ഓണത്തിന്റെ അന്ന് രമേശേട്ടൻ മാത്രമേ എത്തിയുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിൽ. അപ്പൊ രമേശേട്ടൻ ഓണക്കോടി കൊണ്ടുപോയി. ശ്രീകുട്ടനാണ് ഓണക്കോടി കൊടുത്തത്. രമേശേട്ടന് വലിയ ഇഷ്ടമാണ് ശ്രീകുട്ടൻ കേട്ടോ. സദ്യ കഴിക്കാൻ പോവാന്ന് പറയാൻ പറ്റില്ല, ഇലയിൽ ചോറുണ്ണാൻ പോവാന്ന് വേണമെങ്കിൽ പറയാം. ഉള്ളതുകൊണ്ട് ഓണം പോലെ ഒന്നും കേട്ടിട്ടില്ലേ, അതാണ് ഇപ്രാവശ്യം നമ്മുടെ ഓണായിരുന്നത്. പരാതികളില്ലാത്തവരും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ആൾക്കാരും കൂടെ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഒരു നമ്മുടെ ജീവിതത്തെ ഭയങ്കര പ്രോസ്പർ ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ശ്രീകുട്ടനും ഭാഗ്യനും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി ജീവിക്കുന്ന ആൾക്കാരാണ്. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് വലിയ പരാതികളൊന്നുമില്ല. പാലട പായസം നമ്മുടെ ചേർപ്പിലത്തെ സാമിയുടെ അവിടുത്തെ ദീപ ചേച്ചി അടിപൊളി പായസം, പാകത്തിന് മധുരം. ഓണം ഇത്രയും ചുരുങ്ങാനും നമുക്കൊരു കാരണം ഉണ്ടല്ലേ. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നാണ് ഈ അടുത്തിടയ്ക്ക് ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ ഓണം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വ്ളോഗിൽ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം ശ്രീ.